ശരി, ശ്രീ ടി എം ശശി, എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ഇപ്പോൾ 4 പത്രങ്ങളിലേക്കായിട്ട് പരസ്യം കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് റേറ്റ് കുറഞ്ഞ പത്രങ്ങളാണ്, ഇവ രണ്ടും അതുകൊണ്ട് കൊടുത്തു. പക്ഷേ മാതൃഭൂമിയിലും ഹിന്ദുവിലും ഈ പരസ്യം കൊടുത്തിട്ടുണ്ടല്ലോ, പക്ഷെ അവിടുത്തെ കണ്ടന്റ് ഇതല്ലല്ലോ. അപ്പോൾ ആ ഒരു വാദം എങ്ങനെ നിലനിൽക്കും ശ്രീ ടി എം ശശി? ഇത് കൃത്യമായിട്ട് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ LDF പക്ഷത്തേക്ക് ഏകീകരിക്കാൻ, അതല്ലെങ്കിൽ വോട്ടുകൾ വിഭജിച്ച് പൊക്കോട്ടെ, അവിടെ BJP ജയിച്ചാലും കുഴപ്പമില്ല. കഴിഞ്ഞ തവണയൊക്കെ കണ്ടതാണ്, ഷാഫി പറമ്പിലൊക്കെ ജയിക്കുമ്പോൾ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഷാഫിക്കായിട്ട് UDF-നായിട്ട് ഏകീകരിച്ചതിന്റെ ഗുണഭോക്താവ് കൂടിയാണ് ഷാഫി പറമ്പിൽ. അദ്ദേഹം MLA ആയിട്ട് വരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി നിങ്ങളുടെ പാർട്ടി പോലും വിലയിരുത്തിയ ഒരു ഘടകം അത് തന്നെയാണ്. ഇപ്പോഴും അത് പറയുന്നുണ്ട്, നിങ്ങളതിനെ മതേതര വോട്ടുകൾ എന്ന പേരിട്ടാണ് വിളിക്കുന്നത് എന്ന് മാത്രം. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പരസ്യം നൽകിയത് വഴി അതൊരു വിദ്വേഷമുണ്ടാക്കുന്ന ഒന്നുകൂടിയാണെന്ന് തിരിച്ചറിയുവാനുള്ള ശേഷി എന്തായാലും CPM-നുണ്ടല്ലോ. CPM ആണല്ലോ ഇത് ഈ ഇങ്ങനെ ഒരു പരസ്യം കൊടുക്കുന്നതിന് മുൻപന്തിയിൽ നിൽക്കുന്നത്. തീർച്ചയായും മഞ്ജുഷേ, ഇതെല്ലാം ഓരോ പത്രത്തിന് എന്തൊക്കെ പരസ്യം കൊടുക്കണമെന്നും ആ പരസ്യത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ദോഷങ്ങൾ എന്തൊക്കെയാണെന്നും അതിനെ സംബന്ധിച്ച് ഏതർത്ഥത്തിലാണ് ജനങ്ങൾ കാണുകയെന്നും എല്ലാം നല്ല ധാരണയുള്ള പാർട്ടിയാണ് CPIM എന്നുള്ള കാര്യം നിങ്ങളാണെങ്കിലും ബാക്കി സഹ പാനലിസ്റ്റുകളാണെങ്കിലും എല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ. വളരെ സന്തോഷം. പിന്നെ ഇവിടെ കോൺഗ്രസിന്റെ സുഹൃത്ത് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് CPM-ന്റെ ഭാവി എനിക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു. ആ ആശങ്കയിൽ വളരെ സന്തോഷമുണ്ട്. ആ CPM-ന്റെ ഭാവിയെ സംബന്ധിച്ച് ആശങ്കപ്പെടുന്നത് വളരെ നന്നായി. എന്താ, ഞങ്ങളുടെ നന്മയെ കുറിച്ചാണല്ലോ കോൺഗ്രസ് ചിന്തിക്കുന്നത്. അവിടെ നിൽക്കട്ടെ. ഇവിടെ യഥാർത്ഥത്തിൽ പ്രശ്നം എന്താ? യഥാർത്ഥത്തിൽ പ്രശ്നം മഞ്ജുഷ ഇന്നലെ കൊട്ടിക്കലാശം കണ്ടിട്ടുണ്ടാവും. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പരസ്യ പ്രചരണത്തിന്റെ കൊട്ടിക്കലാശം കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ സ്ഥാനാർത്ഥി ലോഞ്ചിങ് കണ്ടിട്ടുണ്ടാവും. പാലക്കാട്ടിൽ യഥാർത്ഥത്തിൽ പ്രശ്നം എന്താ? നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായി ആളുകൾ വീക്ഷിക്കുന്നത് ഒന്ന് സ്ഥാനാർത്ഥി ലോഞ്ചിങ് ആണ്, മറ്റൊന്ന് അതിൽ നടക്കുന്ന ഉടനീളമുള്ള ആ പ്രചരണ രീതികളാണ്, സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളുമാണ്, മറ്റൊന്ന് അതിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള ഇടപെടലുകളാണ്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു രാഷ്ട്രീയ സാഹചര്യം ഒരു മണ്ഡലത്തിലേക്ക് ഉരുത്തിരിഞ്ഞുണ്ടാവുന്ന. അങ്ങനെയാണ്, തർക്കമില്ലല്ലോ. നിങ്ങൾ നോക്കൂ, തുടക്കം മുതൽ ആ സ്ഥാനാർത്ഥി ലോഞ്ചിങ് തുടക്കം മുതൽ ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് കൊട്ടിക്കലാശം കഴിയുന്നത് വരെ UDF, അതായത് രാഹുൽ മാങ്കൂട്ടൽ എന്ന സ്ഥാനാർത്ഥിയോ BJP സ്ഥാനാർത്ഥിയോ അതല്ല ഈ BJP-യോ UDF-ഓ ഒന്നും ഇടതുപക്ഷത്തിന്റെ 7 അയലത്ത് വരാൻ കഴിയുന്നില്ല. ഇടതുപക്ഷത്തിന്റെ 7 അയലത്ത് വരാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. ജയം പാലക്കാട് ഇടതുപക്ഷത്തിന് ഉറപ്പിച്ചു നിൽക്കുന്നു. ജനമാകെ തീരുമാനിച്ചിരിക്കുന്നു. പാലക്കാട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഡോക്ടർ സരിൻ ജയിച്ചു വന്നു തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്തതിന്റെ ഭാഗമായുള്ള ഇടപെടലാണ് ഇന്നലെയും ഇന്നും മിനിഞ്ഞാന്നും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പോ അപ്പൊ എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കണം. ആ വിവാദം എന്തായിരിക്കണം? എന്നാ പിന്നെ പത്രപരസ്യം ആയിക്കോട്ടെ. ആ പത്രപരസ്യം എന്താണ്? പത്രപരസ്യം ഇല്ലാത്ത FB പോസ്റ്റുകളെ സംബന്ധിച്ച് ഉള്ളാക്കി അല്ലെങ്കിൽ വ്യാജ പ്രചരണം നടത്തി എന്ന് പറഞ്ഞ കേൾക്കാൻ രസമുണ്ട്. ഉള്ള പ്രചരണം മുഴുവൻ എന്താണ്? ഉള്ള FB പോസ്റ്റ് മുഴുവൻ. നിലവിൽ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാവായ സന്ദീപ് വാര്യറിന്റെ FB പോസ്റ്റുകൾ, അദ്ദേഹം പിന്നെ FB പോസ്റ്റ് ഇടുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളെ മോശമാക്കാൻ വേണ്ടിയാണോ? ഒരു വ്യക്തി FB പോസ്റ്റ് അയാൾ പബ്ലിക് ഡൊമൈനിലുള്ളതല്ലേ? പബ്ലിക്കായി വെച്ചിട്ടുള്ള അയാളുടെ FB പോസ്റ്റോ അയാളുടെ പ്രസ്താവനകളോ അല്ലെങ്കിൽ അയാളുടെ പ്രസംഗങ്ങളോ എല്ലാം പബ്ലിക്കായി കിടക്കുന്നതാണ്. അതൊന്നും മാറ്റാൻ വേണ്ടി കഴിയില്ല. അങ്ങനെയുള്ള സാധനം അദ്ദേഹം പറഞ്ഞതല്ലേ, അദ്ദേഹം എല്ലാവിധ ഉത്തരവാദിത്തോടു കൂടി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയുള്ള ആളാണ് സന്ദീപ് വാര്യർ. ഇങ്ങനെയുള്ള സന്ദീപ് വാര്യനാണ് കോൺഗ്രസ് കൂട്ടുന്നതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? അതും കൂടി കേൾക്കണം. കോൺഗ്രസിന്റെ സഹപാനലിസ്റ്റിന് അല്പം വിഷമമുണ്ട്. എന്താ കാരണം അറിയോ? നിങ്ങൾ മഞ്ജുഷ പാലക്കാട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മേഖല മാത്തൂരാണ്. മാത്തൂർ അത്രമാത്രം ന്യൂനപക്ഷ കേന്ദ്രീകരണമുള്ള സ്ഥലമൊന്നുമല്ല. എന്നാലും നിങ്ങളൊന്ന് കേൾക്കണം. ഈ മാത്തൂര് ചുങ്കമന്നം ഭാഗത്തുള്ള 5 പള്ളികളുടെ മുമ്പിൽ SDPI-യുടെ പ്രവർത്തകർ, ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകർ നോട്ടീസ് വിതരണമാണ്. എന്താ നോട്ടീസ് കേൾക്കട്ടെ? കോൺഗ്രസിനെ ജയിപ്പിക്കാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമി SDPI-യും കൂട്ടുകൂടി ഈ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച്, മഹാഭൂരിപക്ഷം ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച്, RSS-ഉം കൂടെ കൊണ്ടു നടക്കുന്ന ആളുകളെ ഈ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ SDPI-യും ജമാഅത്ത് ഇസ്ലാമിയും കൂട്ടുപിടിച്ച് അങ്ങനെ മുതുഹിന്ദുത്വം നടത്തി അതിൽ ആളുകളെയും ന്യൂനപക്ഷ പ്രേമം നടത്തി ഇതിൽ ആളുകളെയും കൂടെ കൊണ്ട് നടത്തി തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്ന വ്യാമോഹം പരാജയപ്പെടുകയാണ്. ആ പരാജയപ്പെടുന്നതിന്റെ സങ്കടവും വിഷമവുമാണ് ഷാഫി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇന്നലെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പത്രപരസ്യം ഇപ്പൊ ഞങ്ങൾ സ്വാഭാവികമായിട്ട് 4 പത്രത്തിൽ പരസ്യം കൊടുത്തില്ലേ? ഇന്നലെ വരെ പറഞ്ഞെന്തായിരുന്നു? ഈ 2 പത്രത്തിൽ മാത്രം പരസ്യം കൊടുത്തു. 2 പത്രത്തിന് അല്ലല്ലോ പരസ്യം കൊടുത്തത്. സുപ്രഭാതത്തിന് കൊടുത്തിട്ടുണ്ട്, സിറാജിന് കൊടുത്തിട്ടുണ്ട്, ദ ഹിന്ദുവിന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മാതൃഭൂമിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ പത്രത്തിനും ഒരേ സാധനം കൊടുത്തു. അങ്ങനെയാണെങ്കിൽ
അങ്ങനെയാണെങ്കിൽ അല്ലല്ലേ ഏറ്റവും പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കേണ്ടത് സ്വാഭാവികമായിട്ടും വികസന നേട്ടമാണല്ലോ. LDF സർക്കാരിന്റെ വികസന നേട്ടം, അതായത് സർക്കാരിനെ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ മാതൃഭൂമിയിലും ഹിന്ദുവിലും ആ രീതിയിലുള്ള പരസ്യമാണല്ലോ. ഇല്ല, ഞാൻ തെറ്റുണ്ടെങ്കിൽ താങ്കൾ തിരുത്തണം. ഈ കണ്ടന്റ് ഇത് മുസ്ലിം സമുദായ സംഘടനകളുടെ പത്രങ്ങളിൽ മാത്രം നൽകിയതിന് പിന്നിലുള്ള ചേതോവികാരം എന്താണ് എന്ന് അന്വേഷിച്ച് മറ്റൊരിടത്തും പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇതുപോലെ ഒരു സംഭവം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തുണ്ടായി. ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്നുള്ള പ്രചാരണമായിരുന്നുവല്ലോ നിങ്ങളുടെ ടാഗ് ലൈൻ. അത് ഇതേ രീതിയിൽ തന്നെ സുപ്രഭാതത്തിൽ വന്നത് എങ്ങനെയാണ്? അത് അതുപോലെയാണോ ദീപികയിൽ വന്നത്? അങ്ങനെയല്ലല്ലോ. ഇത് നിയമസഭയിൽ നജീബ് കാന്തപുരം അതിനുശേഷം ചൂണ്ടിക്കാണിച്ച വിഷയമാണ്. നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാക്കിയ ഒരു വിഷയം കൂടിയാണിത്. ആര് പറഞ്ഞു ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാക്കിയത്? ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാക്കിയത് ഞങ്ങൾ അവിടെയും വിലയിരുത്തിയിട്ടില്ല. പിന്നെ മാധ്യമങ്ങളോ ഞങ്ങളുടെ എതിരാളികളെ വിലയിരുത്തി. ഇവിടുത്തെ പ്രശ്നം മാതൃഭൂമിയിൽ അല്ല, തിരിച്ചടി ഉണ്ടായത് പരസ്യം കൊടുത്തുകൊണ്ടാണോ? അങ്ങനെയല്ല, അങ്ങനെയൊന്നും ആരും വിലയിരുത്തിയിട്ടില്ല. പരസ്യത്തിന്റെ കണ്ടന്റ് ഇന്നതായിരുന്നു, അതുകൊണ്ട് തിരിച്ചടി ഉണ്ടായിരുന്നു എവിടെയും പറഞ്ഞിട്ടുണ്ടോ? എവിടെയും പറഞ്ഞിട്ടില്ല. കേരളത്തിലെ ഏറ്റവും വലുതായി ഏത് സമയം വിജയിച്ചില്ലാന്ന്? തെരഞ്ഞെടുപ്പിൽ പരാജയം ഇടതുപക്ഷത്തിന് ഉണ്ടായതിന്റെ കാരണം പത്രപരസ്യം കൊണ്ടാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെയാണ് വിലയിരുത്തിയെങ്കിൽ ഞങ്ങൾ വീണ്ടും പത്രപരസ്യം കൊടുക്കില്ല. ഇവിടുത്തെ പ്രശ്നം എന്താ? പത്രത്തിൽ വരുന്ന പരസ്യങ്ങൾ ഇവരുടെ എല്ലാം പബ്ലിക്കായി വിട്ട സാധനങ്ങളല്ലേ? അതിൽ വെക്കുന്നതിൽ എന്തിനാണ് മടി, എന്തിനാണ് പേടി? ഇന്ന് ഞാൻ പറയുന്ന കാര്യം, ഞാനിപ്പോ നിങ്ങളുടെ ചാനലിൽ ഇരുന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ഇത് പബ്ലിക്കാണല്ലോ, പൊതുവിഷയങ്ങളാണല്ലോ. സ്വകാര്യ വിഷയങ്ങളാണെങ്കിൽ പോട്ടെ വെക്കാം. പൊതുവിഷയങ്ങളെ സംബന്ധിച്ച് ഞാനൊരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായം നാളെ നിങ്ങൾ ഇന്നതാൾ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ മോശക്കാരനാക്കിക്കൊണ്ട് എന്താ കാര്യം? നിങ്ങൾ നോക്കൂ, ഈ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെ വിഭജിക്കുന്നതിന്, അവരെ വിഷമിപ്പിക്കുന്നതിന് ഏറ്റവും അധികം അഭിപ്രായം പറഞ്ഞ, ഏറ്റവും അധികം ഇടപെട്ട സന്ദീപ് വാര്യർ കോൺഗ്രസിൽ നിൽക്കുമ്പോ ആ കോൺഗ്രസിൽ ഒരു വാക്കെങ്കിലും പറയണ്ടേ? അപ്പൊ പ്രശ്നം എന്താ? മൃദുഹിന്ദുത്വം സ്വീകരിച്ച് ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അങ്ങനെ ന്യൂനപക്ഷങ്ങളെ ഈ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന SDPIയെയും ജമാഅത്തെ ഇസ്ലാമി ഉപയോഗിച്ചുകൊണ്ട് അവരെ കയ്യിലെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ RSSന്റെ പ്രധാനപ്പെട്ട ആളുകളെ കയ്യിലെടുത്ത് ആ നിലയിലുള്ള ആളുകൾ കണ്ടെടുത്ത് നോക്കുക. പക്ഷേ ഈ പാലക്കാട് നോക്കുകയാണെങ്കിൽ TM ശശി, പാലക്കാട് നിങ്ങളുടെ സ്ഥാനാർത്ഥി തന്നെ കോൺഗ്രസിൽ നിന്ന് കൂറുമാറി എത്തിയ ആളാണ്. കോൺഗ്രസിൽ നിന്ന് CPMലേക്ക് വന്ന ആളാണല്ലോ, സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്ന ഡോക്ടർ P സരിൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPMനെയും കടന്നാക്രമിച്ചുകൊണ്ട് സരിൻ നടത്തിയ കാര്യങ്ങളെല്ലാം പബ്ലിക് ഡൊമൈനിലുണ്ട്. അത് നിലനിൽക്കെ നിങ്ങൾക്ക് അദ്ദേഹത്തെ പിന്തുണയ്ക്കേണ്ടി വരുന്നത് ഒരു ഇരട്ടത്താപ്പായിട്ട് തന്നെ കാണേണ്ടി വരും. അത് ശരിയാണെങ്കിൽ ഇവിടെ സന്ദീപിനെ സ്വീകരിച്ച കോൺഗ്രസിന്റെ നിലപാടും ശരിയായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും. അത് മാത്രമല്ല, AK ബാലൻ പറഞ്ഞത് എന്താണ്? സന്ദീപ് വാര്യർ നട്ടലുള്ള ആളാണ്, നിലപാടുള്ള ആളാണ് എന്നാണ്. പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ ആ നിലപാട് മുസ്ലിം വിരുദ്ധ നിലപാടായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായും ഞാനത് പറയാം. അത് പറഞ്ഞ് പൂർത്തിയാക്കുമ്പോൾ എനിക്ക് ഇത്തിരി സമയം വേണം, നിങ്ങൾ കേൾക്കുന്നു ഞാൻ വിചാരിക്കുന്നു. നോക്കൂ, നിങ്ങൾ ആദ്യം പറഞ്ഞത് AK ബാലൻ ഇങ്ങനെ പറഞ്ഞു, നേരത്തെ സരിൻ ഇങ്ങനെ പറഞ്ഞു, ഇതൊക്കെയാണ് ഈ സരിൻ പറഞ്ഞ വിഷയം. എന്താ നോക്കൂ, സരിൻ പറഞ്ഞതെല്ലാം ഈ ചാനലിൽ എല്ലാ പത്രക്കാരുടെ അടുത്തും സാധനം കിടക്കാണ്. എന്താ സരിൻ പറഞ്ഞ? എന്താ കേരളത്തിലെ കോൺഗ്രസ് BD സതീശനും അതുപോലെ തന്നെ ഷാഫി പറമ്പലും കൂടി ചേർന്ന് ഹൈജാക്ക് ചെയ്ത് ഏകാധിപത്യ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകുന്നു. 2, കേരളത്തിലെ കോൺഗ്രസ് പ്രത്യേകിച്ച് ഷാഫി പറമ്പൽ RSSുമായി ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നു. ആ ഡീലിന്റെ ഭാഗമായാണ് RSSനെതിരെ ഒരു വാക്കും ഉണ്ടാതിരിക്കുന്നത്. ഞാൻ എന്റെ സിവിൽ സർവീസ് പോലും ഉപേക്ഷിച്ചുകൊണ്ട് ഒരു മതനിരപേക്ഷ സംവിധാനത്തിലേക്ക് പ്രവർത്തിക്കാൻ വേണ്ടി ഈ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തേക്ക് വരുമ്പോൾ അങ്ങനെയുള്ള RSSുമായി ഡീൽ ഉണ്ടാക്കി പോകുന്ന ഒരു കോൺഗ്രസിന്റെ മുന്നിലേക്ക് എനിക്കിനി പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം CPM ഓഫീസിലേക്ക് വരുന്നത്. ഞാനിത് പൂർത്തിയാക്കിയിട്ട് അങ്ങോട്ട് പറയാം. മഞ്ജുഷേ, ഞാൻ പറയുന്നത് പൂർത്തിയാക്കിയാൽ അങ്ങേക്ക് മനസ്സിലാവും ആരാണ് ഡീലാണെന്ന്. ഒന്ന് നോക്കൂ, ഞാൻ DYFIയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റൊക്കെ ദീർഘകാലം ഇരുന്ന ആളാണല്ലോ. ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ RSSന്റെ RSSന്റെ ബാനർ മുനിസിപ്പാലിറ്റിയിൽ പൊക്കി. ഈ 13 കൊല്ലമായി പാലക്കാട്ടിലെ MLA പേര് ഷാഫി പറമ്പിലല്ലേ? അവിടെ യൂത്ത് കോൺഗ്രസ് ഇല്ലേ? ഒരു പ്രകടനം ആ മുനിസിപ്പാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾ കണ്ടിരുന്നോ? ഇനി അതുപോട്ടെ, പ്രകടനം നടത്തി കേസിൽ പ്രതിയായ ഒരാളാ ഞാൻ, അതവിടെ നിൽക്കട്ടെ, നിങ്ങൾ അവിടെ നിൽക്കൂ. രണ്ടാമത്, ഈ 10 കൊല്ലമായി നിങ്ങൾ ആ മുനിസിപ്പാലിറ്റി ഉൾപ്രദേശത്ത് പോയി നോക്കിയില്ലേ? മുനിസിപ്പാലിറ്റി കെടുകാര്യ സ്ഥിതിയാണ് മഞ്ജുഷേ. റോഡുകളില്ല, വെള്ളമില്ല, ആളുകൾക്ക് മാന്യമായി നടക്കാൻ പറ്റില്ല.
പറ്റില്ല. മറ്റു മുനിസിപ്പാലിറ്റികളിലൊക്കെ യൂസർ ഫീ, ഹരിതകർമ്മസേന യൂസർ ഫീ 100 രൂപയും 50 രൂപ ആകുമ്പോൾ ഇവിടെ 300 രൂപ. അങ്ങനെ ജനങ്ങളെ ബാധിക്കുന്ന വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. രണ്ടാമത്തെ കക്ഷിയായി ഈ മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് ഉണ്ടാവുമ്പോൾ, MLA 13 കൊല്ലമായി ഷാഫി പറമ്പ് ഉണ്ടാവുമ്പോൾ ഒരു സമരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വേണ്ട, ഒരു FB പോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ട് FB പോസ്റ്റ് ഇടുന്നില്ല? അവിടെയാണ് ഞാൻ പറഞ്ഞത്, പാലക്കാട് ഷാഫി പറമ്പൽ BJPയുമായി ഡീലാണെന്ന് സരിൻ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ പറയുമ്പോ ഒരു വസ്തുത വെച്ചുകൊണ്ടേ പറയാൻ, അതുകൊണ്ടാണ് ഡീലാണെന്ന് ഉറപ്പിക്കുന്നത്. പിന്നെ സരിൻ പറഞ്ഞതും എന്താണ് സന്ദീപ് പറയുന്നത് ഒന്നാമത് എങ്ങനെയാ? സരിൻ ഈ വിഷയം വ്യക്തമാക്കി പറഞ്ഞതിന് ശേഷമാണ് പാർട്ടിയിലേക്ക് വരുന്നത്. പക്ഷെ സന്ദീപ് വാര്യർ ഈ നിമിഷം വരെ BJPയെ തള്ളി പറഞ്ഞിട്ടില്ല. സന്ദീപ് ഈ നിമിഷം വരെ ഇന്നലെ വരെ പറഞ്ഞത് മുഴുവൻ തെറ്റാണ്, എനിക്ക് മാപ്പ് തരണം, ഞാൻ ഈ മതനിരപേക്ഷ ചിന്തയുള്ള ഈ കേരളത്തിനോട് ഞാൻ ചെയ്തത് തെറ്റാണ്, മുസ്ലിം ന്യൂനപക്ഷങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഞാൻ അവരെ മനസ്സിന് മുറിവേൽപ്പിക്കുന്ന ഇന്ന് വരെ ഞാൻ ഈ സരിന്റെ കാര്യത്തിലും സന്ദീപിന്റെ കാര്യത്തിലും ഒക്കെ ഒരേ നിലപാട് തന്നെയാണ്. ഒറ്റ ദിവസം കൊണ്ട് മാറ്റി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ല. സരിൻ പറഞ്ഞതുപോലെ തന്നെ പക്ഷേ സന്ദീപും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ആ നിലപാടുകൾ അന്ന് ആ പാർട്ടിയിൽ ഉള്ളപ്പോൾ ഉള്ള നിലപാടായിരുന്നു, ഇപ്പോൾ അതല്ല നിലപാട്. അത് മാത്രമല്ല, BJPക്കെതിരെയും RSSനെതിരെ പോലും പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് വിട്ടുവന്നത്. ശ്രീ ശശി, അതായത് ഞാൻ പറഞ്ഞത് പൂർത്തിയാക്കാം. സന്ദീപ് ഇന്നലെ വരെ പറഞ്ഞത് മുഴുവൻ തെറ്റാണെന്ന് പറഞ്ഞിട്ടല്ല വന്നത്. അദ്ദേഹം അതിനിടയിലുള്ള എനിക്ക് ചേർന്നിട്ടില്ല, എന്നെ സ്റ്റേജിൽ അവമാനിച്ചു എന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ ഇവര് കാണുന്നത് കോൺഗ്രസ് ഓഫീസിൽ പത്രസമ്മേളനം നടത്തുമ്പോഴാ. കോൺഗ്രസ് ഓഫീസിൽ പത്രസമ്മേളനം നടത്തുമ്പോൾ പിന്നെ അങ്ങനെയല്ലെന്ന് പറയാൻ പറ്റുമോ? അതിനു മുമ്പ് നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്ന്. ഇനി വേറൊന്നും പറയട്ടെ, അങ്ങനെ വിട്ടുവന്ന ഒരാൾക്ക് ഇന്ന് RSSന് കാര്യാലയത്തിന് ഭൂമി വിട്ടുകൊടുക്കുന്നു പറയാൻ വഴി ഇപ്പൊ കോൺഗ്രസ് നേതാവാണല്ലോ സന്ദീപ് വാര്യർ. കോൺഗ്രസ് നേതാവായ സന്ദീപ് വാര്യർക്ക് എങ്ങനെയാണ് സ്വന്തം ഭൂമി വിട്ടുകൊടുക്കാൻ വേണ്ടി കഴിയുക RSS കാര്യാലയത്തിന്? അതാണ് ഞാൻ പറഞ്ഞത്. RSSൽ നിൽക്കുന്ന, ഞാൻ ഇന്നലെ തന്നെ മറ്റൊരു ചാനലിൽ പറഞ്ഞ പോലെ, RSSൽ നിൽക്കുന്നതും കോൺഗ്രസിൽ നിൽക്കുന്നതും സന്ദീപിന് ഒന്നാണ്. എന്തുകൊണ്ടാണ്? RSSൽ ജനസ്വീകാര്യത്തിന് കുറവുണ്ട്, എന്നാൽ കോൺഗ്രസിൽ നിൽക്കുമ്പോൾ നല്ലപോലെ ഹിന്ദുത്വമായി നിൽക്കുകയും ചെയ്യുക, RSSന്റെ പണിയൊക്കെ നടത്തുകയും ചെയ്യുക, എന്നാൽ കോൺഗ്രസ് ആയി നിൽക്കുകയും ചെയ്യുക. അതുകൊണ്ടാണ് സന്ദീപ് ഇതിൽ വന്നതെന്നാ. പിന്നെ നിങ്ങൾ പറഞ്ഞത് എന്താ? AK ബാലൻ പറഞ്ഞു. AK ബാലൻ പറഞ്ഞ വിഷയം, AK ബാലൻ പറഞ്ഞത് ഇന്ന് MP രേഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് രണ്ടുപേരും പറഞ്ഞൊരു കാര്യമുണ്ട്. പറഞ്ഞ വിഷയം അമ്മയുമായി ബന്ധപ്പെട്ട വ്യക്തിപരമാണ്, രാഷ്ട്രീയ നിലപാട് സന്ദീപ് വ്യക്തമാക്കിയിട്ടില്ല. രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കട്ടെ, അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറയുന്ന. അന്ന് കൂട്ടത്തിൽ MP രേഷൻ ഒന്നുകൂടി കൂട്ടിച്ചേർത്തി പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? മതനിരപേക്ഷയുടെ കാര്യത്തിൽ, വർഗീയതയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ല. അത്രമാത്രം ഈ സമൂഹത്തിൽ മലിനമാക്കുന്ന വിവിധങ്ങളായ പ്രസ്താവനകൾ, ഇടപെടലുകൾ, പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരാൾക്ക് ഒരു സുപ്രഭാതത്തിൽ ഞാൻ കോൺഗ്രസ് ആണെന്ന് പറയാം, ഞാൻ CPM ആണെന്ന് പറയാൻ കഴിയില്ല. അതാണ് ഞങ്ങൾ അവർ തമ്മിൽ മുസ്ലിം സമുദായ സംഘടനകളുടെ പത്രങ്ങളിൽ മാത്രം. ശരി, ഞാൻ വരാം. ശ്രീ ജിജി ജോസഫ് കൂടിയുണ്ട്.